ബാംഗ്ലൂരിനെതിരെയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയത്തെ നമുക്ക് കൂടുതൽ ഇഴകീറി പരിശോധിക്കാം. ഒരു സുദിനമല്ലേ, നമുക്ക് നല്ലൊരു മെമ്മറിയിൽ തന്നെ തുടങ്ങാം. കളിയുടെ 60ാമത്തെ മിനിറ്റായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഗോൾ പിറന്നത്. എബിൻ ദാസിന്റെ റൈറ്റ് വിങ്ങിൽ നിന്ന് ഒരു ക്രോസ് ഗുർപ്രീത് സിംഗ് സന്ധു പിടിച്ചടക്കുന്നു. അതിനുശേഷം ഗുർപ്രീത് ഒരു ലോങ് കിക്ക് അടിക്കുകയാണ്. സുനിൽ ഛേത്രിയെ നോക്കിയാണ് കിക്ക് അടിക്കുന്നത്. എന്നാൽ നമ്മുടെ ഡിഫൻഡർ ആയിട്ടുള്ള NDA ഫാളു അത് ഹെഡ് ചെയ്ത് ബെനാരിഫിന് നൽകുകയാണ്. ബെനാരിഫ് അത് തട്ടി റൈറ്റ് വിങ്ങിലുള്ള എബിൻ ദാസിലേക്ക് നൽകുന്നു. അതിനുശേഷം കൂടുതൽ അറ്റാക്കിംഗ് പൊസിഷനിലേക്ക് പോകുന്നു. മിഡിൽ വിപിൻ ഡിഫൻസിന്റെ പുറകിലേക്ക് റൺ എടുക്കുന്നുണ്ട്. അത് എതിർ ടീം ഡിഫൻഡറെ അതിന്റെ ഒപ്പം വലിക്കുകയാണ്. അതോടെ എബിൻ ദാസ് പന്തെടുത്ത് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. എബിൻ ദാസിന്റെ അടുത്ത പാസിംഗ് ഓപ്ഷനിലെ ബെനാരിഫ് വീണ്ടും റൺ എടുക്കുമ്പോൾ മിഡ്ഫീൽഡറും ഡിഫൻഡറും ബെനാരിഫിന്റെ പുറകെ പോവുകയാണ്. ബെനാരിഫിന്റെ ഈ കളിയിലെ ഓഫ് ദി ബോൾ മൂവ്മെന്റുകൾ ഒരു രക്ഷയില്ലായിരുന്നു. ബെനാരിഫുമായി റിലേറ്റ് ചെയ്ത് മാച്ച് ഇവന്റ്സ് ഫുൾ കളക്ട് ചെയ്തുകൊണ്ട് ബെനാരിഫിന്റെ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ അടുത്ത ദിവസം 6 മണിക്ക് വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യുക. ഇവിടെ എബിൻ ദാസിന് വീണ്ടും കിട്ടിയ മിഡിലെ സ്പേസിലേക്ക് എബിൻ ദാസ് പന്തെടുത്ത് പോകുന്നു. ഒടുവിൽ സ്ട്രൈക്കർ ബർത്താമ്യുവിലേക്ക് ഒരു പാസ് കൊടുക്കുന്നു. ഡിഫൻഡർ രാഹുൽ ബേക്കയുടെ ആന്റിസിപ്പേഷൻ അവിടെ തെറ്റിപ്പോകുന്നു. പന്ത് കളക്ട് ചെയ്ത ബർത്താമ്യു അത് ഫാർ പോസ്റ്റിലേക്ക് ഒന്ന് ഉരുട്ടി വിടുന്നു. മികച്ച ഒരു ടീം ഗോൾ തന്നെയായിട്ട് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ച ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. കളിയിലെ 2 അസിസ്റ്റും എബിൻ ദാസിന്റെ വകയായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടത്ര അപ്രീസിയേഷൻ കൊടുക്കുന്നതായി സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല. കളിയുടെ 78ാമത്തെ മിനിറ്റിൽ ബാംഗ്ലൂർ എഫ്സിയുടെ ഒരു ബിൽഡപ്പ്. റൈറ്റ് വിംഗർ എബിൻ ദാസ് അവരുടെ ഫുൾ ബാക്കിനെ പ്രസ് ചെയ്യുന്നു. ഫുൾ ബാക്ക് അവരുടെ വിംഗറിലേക്ക് പാസ് നൽകുന്നു. റയാൻ വില്യംസ് പാസ് സ്വീകരിക്കുന്നു. റയാൻ വില്യംസിന്റെ ടച്ച് കുറച്ച് വൈഡ് ആയതുകൊണ്ട് തന്നെ എബിൻ ദാസ് ഓടി ഒന്ന് പ്രസ് ചെയ്യാൻ വീണ്ടും ശ്രമിക്കുന്നു. എബിൻ ദാസ് ആ പന്ത് റാഞ്ചുന്നു. പന്തെടുത്ത് മുൻപിലുള്ള പാസിംഗ് ഓപ്ഷൻസിനെ നിരീക്ഷിക്കുന്നു. മുമ്പിൽ ഫ്രാഞ്ചു ഒരു പാസ് തരാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പാസ് കൊടുക്കുന്നതിന് പകരം എബിൻ പന്തെടുത്ത് മുമ്പിലുള്ള ഡിഫൻഡറുടെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ ഡിഫൻഡറെ ഡ്രിബിൾ ചെയ്യാൻ ശ്രമിക്കുകയും ഫ്രാഞ്ചുവിലേക്ക് ഒരു ത്രൂ പാസ് നൽകുകയും ചെയ്യുന്നു. ഫ്രാഞ്ചു പന്തെടുത്ത് ബോക്സിലേക്ക് എത്തുന്നു. ചിംഗ്ലൻസിനെയുമായിട്ട് 1 vs 1. അവിടുന്ന് ഒരു ഫീൻഡ് ഒക്കെ ഇട്ട് എക്സ്പ്ലോസീവ് ആയിട്ട് അദ്ദേഹം ഉള്ളിലോട്ട് കയറുന്നു. അത് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ആംഗിൾ ആയിരുന്നു. എന്നാൽ കൃത്യം ഗുർപ്രീത് സിംഗിന്റെ കാലുകൾക്കിടയിലൂടെ വല കുലുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കുന്നു. ഈ 2 ഗോളുകൾ ബ്ലാസ്റ്റേഴ്സിന് അർഹിച്ച വിജയം കളിയിൽ കൊണ്ടുവന്നു. ഒരു റെഡ് കാർഡിന്റെ പുറത്താണെങ്കിൽ പോലും സെക്കൻഡ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സ് ഡോമിനേറ്റ് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗം കൂടിയാണ് ഈ വിജയം. 33ാമത്തെ മിനിറ്റിലായിരുന്നു ആ റെഡ് കാർഡ് സംഭവം. നമ്മൾ മുൻ മത്സരത്തിലെ അനാലിസിസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. സെന്റർ ബാക്ക് മത്തിയാസ് പൊസഷൻ ഫേസിൽ മുൻപിലേക്ക് കയറി ഒരു മിഡ്ഫീൽഡർ സ്ഥാനത്ത് നിൽക്കാറുണ്ട്. മത്തിയാസ് ഇത്തരത്തിൽ ഒരു പാസിന് ശേഷം മിഡിലേക്ക് പോവുകയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് സാഞ്ചസ് ഒരു കുത്തങ്ങ് കൊടുത്തു. കിട്ടിയ സാധനം തിരിച്ചു കൊടുക്കാൻ വേണ്ടി മത്തിയാസ് ശ്രമിക്കുകയാണ്. ആ സംഘർഷത്തിനിടയിൽ ബാംഗ്ലൂരു താരം ഒന്ന് കൈ ഉപയോഗിച്ചുകൊണ്ട് ഇടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ ഇൻസിഡന്റ് ആണ് ബാംഗ്ലൂരു താരത്തിന്റെ റെഡ് കാർഡിലേക്ക് നയിച്ചത്. ഇതോടുകൂടിയാണ് ബ്ലാസ്റ്റേഴ്സിന് ആധിപത്യം കൈവന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതെല്ലാ സമയത്തും സംഭവിക്കുന്ന ഒന്നല്ല. റെഡ് കാർഡിന് ശേഷം ഡാനിഷിന്റെയും യോക്കിന്റെയും ഒക്കെ പ്രകടനം നന്നായിരുന്നു എന്ന് പല ആൾക്കാരും പറഞ്ഞു കേട്ടു. റെഡ് കാർഡിന് മുന്നേയുള്ള ബ്ലാസ്റ്റേഴ്സും കൂടെ 2 വിദേശ താരങ്ങളുമായിട്ടാണ് അടുത്ത കളി ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക. അങ്ങനെയെങ്കിൽ ആ 30 മിനിറ്റിലെ ബ്ലാസ്റ്റേഴ്സിനെ നമുക്കൊന്ന് നോക്കാം. 4-1-4-1 ഫോർമേഷനിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ഇറങ്ങിയത്. കഴിഞ്ഞ കളി റെഡ് കാർഡ് ലഭിച്ച എയ്ബിന് പകരം ഇത്തവണ ലെഫ്റ്റ് ബാക്കായി സഹീഫ് വന്നു. മിഡിൽ ലോൺ പിവട്ടായിട്ട് ഫ്രെഡിയുടെ വരവാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഫ്രെഡി അത്യാവശ്യം തരക്കേടില്ലാതെ കളിക്കുകയും ചെയ്തു. സ്ട്രൈക്കറായിട്ട് ബർത്താമിയും ലെഫ്റ്റ് വിങ്ങിൽ യോക്കയും കളിച്ചു. മിഡിലെ 2 കളിക്കാരായിട്ട് ഡാനിഷ് ഫറൂഖും എബിൻ ദാസും ഇറങ്ങി. അപ്പോൾ റൈറ്റ് വിങ് കളിച്ചത് വിപിനാണ്. വിപിനെ റൈറ്റ് വിങ്ങിലേക്ക് ഇറക്കിയതും വ്യത്യസ്തമായിട്ടുള്ള ഒരു തോട്ടായിരുന്നു. അതിന് വലിയ സിഗ്നിഫിക്കൻസ് ഒന്നും പ്രതീതമായില്ല. പിന്നീട് എബിൻ ദാസ് റൈറ്റ് വിങ്ങിലേക്ക് പോവുകയായിരുന്നു ചെയ്തത്. 4ാം മിനിറ്റിൽ ഈ ഒരു ഇൻസിഡന്റ് നോക്കുക. ബാംഗ്ലൂർ സെന്റർ ബാക്ക് അവർ റൈറ്റ് ബാക്കിലേക്ക് പാസ് ചെയ്യുന്നു. സെന്റർ ബാക്കും ഫുൾ ബാക്കിനും ഇടയിലേക്ക് ഓടിക്കയറുന്ന റയാൻ വില്യംസിലേക്ക് ആ ഫുൾ ബാക്ക് പാസ് ചെയ്യുന്നു. ഈ ഒരു ഇൻസിഡന്റിൽ 2 പോയിന്റാണ് പറയാനുള്ളത്. തുടർച്ചയായിട്ടുള്ള 3ാമത്തെ കളിയാണ് 4ാമത്തെ മിനിറ്റിൽ ഈ ഇൻസിഡന്റ് റിപ്പീറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 മാച്ചിന്റെയും അനാലിസിസ് വീഡിയോ കണ്ടവർക്ക് ഓർമ്മയുണ്ടാകും. മാത്രമല്ല ഓപ്പണന്റ് ടീമുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ലൈനിന്റെ പുറകിലേക്ക് കളിക്കാനുള്ള ടെൻഡൻസി ഇവിടെ ഒന്നുകൂടെ വ്യക്തമാവുകയാണ്. 5ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കിക്ക് നോക്കുക. 2-3 പാസ് അങ്ങോട്ടും ഇങ്ങോട്ടും നൽകിയ ശേഷം റൈറ്റ് ബാക്കിലേക്ക് പാസ് എത്തുന്നു. അവിടുന്ന് ബിഗാഷുനം പന്തടിച്ച് ലോങ് ബോൾ റൈറ്റ് വിങ്ങിൽ ഓടുന്ന വിപിനിലേക്ക് എത്തിക്കുന്നു. ഈ പാറ്റേൺ തന്നെയാണ് കഴിഞ്ഞ കളിയും നടപ്പാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടത്. അവിടുന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് പുനരാരംഭിച്ചത്. 9ാമത്തെ മിനിറ്റിൽ ഗോൾ കീപ്പർ ഇതുപോലെ ബിഗാഷുമിനത്തിലേക്ക് പന്ത് ഉരുട്ടി കൊടുക്കുന്നു. ഫസ്റ്റ് ടൈം തന്നെ ബിഗാഷുമിനം അടിച്ച് റൈറ്റിൽ വിപിനിലേക്ക് ലോങ് ബോൾ നൽകുന്നു. ഈ ലോങ് ബോളുകൾ സ്വീകരിക്കാൻ വേണ്ടി നല്ല ബോൾ കൺട്രോൾ ഉള്ളത് കൊണ്ടാണോ വിപിനെ റൈറ്റ് വിങ്ങിൽ ഇറക്കിയത് അറിയില്ല. ഈ ലോങ് ബോൾ പാറ്റേൺ തന്നെയായിരുന്നു ബിഫോർ റെഡ് കാർഡ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇത്തവണത്തെയും ബിൽഡപ്പ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇത്തവണയും ലോങ് ബോളുകൾ കൃത്യമായിട്ട് ലാൻഡ് ചെയ്തില്ലെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ആക്യുറസി ഉള്ളതായിട്ട് പറയാം. 2ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് ഔട്ട് ഓഫ് പൊസിഷനിൽ നോക്കിയാൽ ബാംഗ്ലൂരിന്റെ ഒരു 3+2 ബിൽഡപ്പ് സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാം. ഈ രീതിയിൽ തന്നെയാണ് ഡൽഹിയും ബിൽഡപ്പ് ചെയ്തിരുന്നത്. അവിടെ കണ്ടതുപോലെ തന്നെ അവരുടെ സെന്റർ ബാക്ക് പന്തെടുത്ത്
മുമ്പോട്ടേക്ക് പോയിട്ട് വിങ്ങിലേക്ക് ഒരു ലോങ് പാസ് കൊടുക്കുന്നു. അതേ സാധനം ഇത്തവണയും ബ്ലാസ്റ്റേഴ്സിനെതിരെ വർക്കൗട്ട് ആവുന്നുണ്ട്. പക്ഷെ ആ ലോങ് ബോളിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ഓർഗനൈസ് ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. അതായത് ഡൈനാമിസത്തിൽ ഒരു പൊടിക്ക് ബെറ്റർ ആയിട്ടുണ്ട് ഡിഫൻസീവ് ഓർഗനൈസേഷൻ എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അതിന് ഡേഞ്ചർ ഒഴിഞ്ഞു എന്നൊരു അർത്ഥമില്ല. കളിയുടെ 9ാമത്തെ മിനിറ്റ് വീണ്ടും സെൻട്രൽ ബാക്ക് രാഹുൽ ബേക്കയുടെ കാലുകളിലേക്ക് പന്തെത്തുന്നു. നേരത്തെ പോലെ ഫ്രീ മാനായിട്ട് രാഹുൽ ബേക്ക പന്തെടുത്ത് ക്യാരി ചെയ്ത് ഉള്ളിലേക്ക് വരികയാണ്. കഴിഞ്ഞ അനാലിസിസ് വീഡിയോയിലും ഞാൻ ഉന്നയിച്ച ചോദ്യം ഇതാണ്: ഈ ഒരു മൂവ്മെന്റിനെ നിങ്ങൾ എങ്ങനെയാണ് തടയാൻ ഉദ്ദേശിക്കുന്നത്? ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആരും മുമ്പോട്ടേക്ക് കയറി പ്രസ് ചെയ്യാൻ പോകുന്നില്ലല്ലോ. അവിടെ രാഹുൽ ബേക്ക ഫ്രീ ആയതുകൊണ്ട് തന്നെ രാഹുൽ ബേക്ക ഡിഫൻസിന്റെ പുറകിലേക്ക് ഒരു ലോങ് ബോൾ കളിക്കുകയാണ്. പക്ഷേ ഡൽഹിയുടെ ലോങ് ബോളിന്റെ അത്ര ആക്യുറേറ്റ് ആയിരുന്നില്ല ബാംഗ്ലൂരിന്റെ ലോങ് ബോളുകൾ. ആ ഒരു ഡിഫറൻസ് കാരണം ഡേഞ്ചറിന്റെ അളവ് കുറഞ്ഞു. 13ാമത്തെ മിനിറ്റിൽ രാഹുൽ ബേക്കയുടെ കാലുകളിൽ വീണ്ടും പന്തെത്തുന്നു. അദ്ദേഹം ഒരു ലോങ് പാസ് ലെഫ്റ്റ് വിംഗിൽ ആഷിഖ് കുരുണിലേക്ക് നൽകുന്നു. പക്ഷേ ആ ലോങ് പാസ് എത്തിയത് ഗോൾ കിക്ക് ആയിട്ടാണ്. പക്ഷേ ഇത് റയാൻ വില്യംസിന്റെ ടെക്നിക്കാലിറ്റിക്ക് മുമ്പിൽ ലെഫ്റ്റ് വിംഗിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. 14ാം മിനിറ്റിൽ മറ്റൊരു ഇൻസിഡന്റ് നോക്കിക്കഴിഞ്ഞാൽ അവർ ഇതേപോലെ പുറകിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുകയാണ്. മിഡ്ഫീൽഡർ സുരേഷ് വിംഗിലേക്ക് ഇറങ്ങി വന്ന് ഫുൾ ബാക്കിനെ മുമ്പോട്ടേക്ക് തള്ളി. അതിനുശേഷം സെൻട്രൽ ബാക്കിന്റെ കയ്യിൽ നിന്ന് പാസ് സ്വീകരിക്കുന്നു. റയാൻ വില്യംസ് ഡിഫൻസിന്റെ പുറകിലേക്ക് ഓടുന്നു. അദ്ദേഹം ഒരു ലോങ് ബോൾ കളിക്കുന്നു. നിങ്ങൾ ഡിഫൻസ് ലൈനും ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡ് ലൈനും ഒക്കെ നോക്കിയാൽ വളരെ അടുത്തടുത്താണ്, പാക്കഡ് ആണ്. അതുകൊണ്ട് തന്നെ രണ്ട് കളിയും സെന്ററിലൂടെയുള്ള മേജർ അറ്റാക്കുകളൊക്കെ തടയാൻ വേണ്ടി ആഷ്ലി വെസ്റ്റ്വുഡിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ലോങ് ബോളുകൾക്ക് ഒരു പരിഹാരം കണ്ടെത്തിയേ മതിയാവും. വെസ്റ്റ്വുഡിന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് ഓപ്പണന്റ് ഡിഫൻസീവ് ലെവലിനെ കയറി പ്രസ് ചെയ്യാറില്ല. ഒന്നുകിൽ നിങ്ങൾ മുമ്പോട്ടേക്ക് കയറി വന്ന് ആ പാസിംഗ് ബ്ലോക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ആ പന്തുകൾ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്ത് നമ്മുടെ ഡിഫൻസീവ് ലൈനെ തട്ടി അകറ്റാൻ വേണ്ടി സാധിക്കണം. ആക്ച്വലി ഒരു 20th മിനിറ്റ് വരെ ബാംഗ്ലൂരിന്റെ ഒരു 9 out of 10 അറ്റംപ്റ്റുകളും കറക്റ്റ് ആയില്ല ഈ ഒരു മെത്തേഡിൽ. പക്ഷേ 24ാമത്തെ മിനിറ്റ് നോക്കുക. ഇതുപോലെ രാഹുൽ ബേക്കയുടെ കാലുകളിലേക്ക് പന്തെത്തുന്നു. രാഹുൽ ബേക്ക പന്തെടുത്ത് മുമ്പോട്ടേക്ക് നീങ്ങുന്നു. നോ പ്രഷർ. ഡിഫൻസിന്റെ പുറകിലേക്ക് റയാൻ വില്യംസ് ഒരു ഡയഗണൽ റൺ എടുക്കുന്നു. മിഡ്ഫീൽഡ് ലൈനെയും ഡിഫൻസ് ലൈനെയും ഒരുമിച്ച് ബ്രേക്ക് ചെയ്തുകൊണ്ട് രാഹുൽ ബേക്കയുടെ ഒരു പാസ്, അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഇവന്റ് ആയി മാറി. അവിടെ ഗോൾ കീപ്പറിന്റെ പൊസിഷനിങ്ങും ബാഡ് ആയിരുന്നു. എന്നിരുന്നാൽ പോലും റയാൻ വില്യംസിന്റെ ഷോട്ട് അത് തടുത്തിടാൻ വേണ്ടി നമ്മുടെ ഗോൾ കീപ്പർക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ആ സിറ്റുവേഷൻ ഡേഞ്ചർ ആയില്ല. പക്ഷേ 2 മിനിറ്റ് കഴിയുമ്പോൾ ബാംഗ്ലൂരിന്റെ കയ്യിലേക്ക് വീണ്ടും പന്തെത്തുന്നു. വീണ്ടും രാഹുൽ ബേക്ക പന്തെടുത്ത് മുമ്പോട്ടേക്ക് വരുന്നു. പന്ത് റയാൻ വില്യംസിലേക്ക് രാഹുൽ ബേക്ക നൽകുന്നു. റയാൻ വില്യംസ് പന്ത് തിരികെ നൽകി പന്ത് റൊട്ടേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഡിഫൻസിന്റെ പുറകിലേക്ക് റൺ എടുക്കുന്നു. മിഡ്ഫീൽഡർ ഫസ്റ്റ് ടൈം തന്നെ റയാൻ വില്യംസിലേക്ക് ഒരു പാസ് നൽകുന്നു. ഫ്രണ്ട് ലൈൻ പ്രസ് ചെയ്യാതെ ഹൈലൈൻ കളിക്കുമ്പോണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയാണ്. ഇത്തവണ ബാംഗ്ലൂരിന്റെ എഫേർട്ട് ലക്ഷ്യം കാണുന്നു. ബാംഗ്ലൂർ തങ്ങളുടെ ഗോൾ നേടുന്നു. ഡൽഹിക്കെതിരെ ഉള്ളതിനെക്കാട്ടും ബെറ്റർ ആയിരുന്നു. പക്ഷെ ഗോളുകൾ തടയാൻ പാകത്തിന് ബ്ലാസ്റ്റേഴ്സിന്റെ ഹൈലൈൻ ബെറ്റർ ആകുമോ എന്നുള്ളതാണ് അടുത്ത മത്സരങ്ങളിലെ ചോദ്യം. ബാംഗ്ലൂർ 1 man ഡൗൺ ആയതോടുകൂടി പൊസഷൻ കൂടുതൽ ബ്ലാസ്റ്റേഴ്സിന് വന്നല്ലോ. അപ്പോൾ ഔട്ട് ഓഫ് പൊസിഷനിൽ ഡേഞ്ചർ കുറഞ്ഞു. പക്ഷേ എന്നിരുന്നാൽ പോലും 41ാമത്തെ മിനിറ്റ് നോക്കൂ. ബാംഗ്ലൂർ 1 man ഡൗൺ ആയപ്പോഴും ബ്ലാസ്റ്റേഴ്സ് മിഡ് ബ്ലോക്ക് ഇടുകയാണ്. അങ്ങോട്ടേക്ക് കയറി പ്രസ് ചെയ്തില്ല. ഇത് തന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത വിഷയമാണ്. എണ്ണത്ത് കൂടുതലുണ്ടായിട്ടും ഡിഫൻസീവായിട്ട് കളിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ 43ാമത്തെ മിനിറ്റിൽ ബെനാരിഫിന്റെ ഇൻട്രൊഡക്ഷനോടുകൂടി കാര്യങ്ങൾ മെല്ലെ മാറി മറിയാൻ തുടങ്ങി. സെൻട്രൽ ബാക്കിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ബെനാരിഫിനെ ഇറക്കിയത്. ഡാനിഷ് ഫറൂഖിനെ സെൻട്രൽ ബാക്ക് ആക്കി മാറ്റി. എന്നിട്ട് ഡാനിഷ് ഫറൂഖിന്റെ പൊസിഷനിൽ ബെനാരിഫ് കളിച്ചു. 46ാമത്തെ മിനിറ്റ് നോക്കുക. ചിംഗ്ലിൻസനയിൽ നിന്ന് രാഹുൽ ബേക്കയിലേക്ക് പാസ് വരുന്നു. ഡാനിഷിന്റെ സ്ഥാനത്ത് മിഡ്ഫീൽഡ് കളിച്ച് ബെനാരിഫ് ഓൺ ദ സ്പോട്ടിൽ കയറി പ്രസ് ചെയ്യുന്നു. രാഹുൽ ബേക്ക് പാസ് തിരിച്ചു നൽകുമ്പോൾ ബർത്താമിയോനോട് കയറി പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെനാരിഫ് ആക്രോശിക്കുന്നതായിട്ട് കാണാം. അണ്ടർ പ്രഷർ ബാംഗ്ലൂർ FC ലോങ് ബോൾ കളിക്കുന്നു. ആക്യുറേറ്റ് ആവുന്നില്ല. അവിടുന്ന് മുതൽ പൊസഷൻ ഫേസിൽ ബാംഗ്ലൂരിനെ താളം തെറ്റി തുടങ്ങുന്നു. ഓൺ പൊസഷനിൽ ബെനാരിഫ് കണ്ടിന്യൂസ് ആയിട്ട് പാസ് സ്വീകരിക്കുകയും തിരിച്ചു നൽകുകയും പന്ത് റൊട്ടേറ്റ് ചെയ്യുകയും മൂവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. 2ാം പകുതിയിലെ ആദ്യ മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഫുൾ ബാക്ക് ഷഹീഫിന്റെ കാലുകളിൽ നിന്ന് ബെനാരിഫ് താഴേക്ക് ഇറങ്ങി വന്ന് പന്ത് സ്വീകരിക്കുന്നു. അണ്ടർ പ്രഷർ റൈറ്റ് വിങ്ങിലേക്ക് അദ്ദേഹം പന്ത് സ്വിച്ച് ചെയ്യുന്നു. അതിനുശേഷം സെന്ററിലേക്ക് മൂവ് ചെയ്യുന്നു. പന്ത് റൈറ്റ് വിങ്ങറായി കളിക്കുന്ന എബിൻ ദാസിന്റെ കാലുകളിലേക്ക് എത്തുന്നു. വിപിൻ മോഹൻ റൈറ്റ് ഹാഫ് സ്പേസിലൂടെ ഡിഫൻസിന്റെ പുറകിലേക്ക് ഒരു റൺ എടുക്കുന്നു. കുറച്ച് പ്ലേയേഴ്സിനെ വലിച്ചുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ ഉണ്ടായ സ്പേസിലേക്ക് എബിൻ ദാസ് പന്തെടുത്ത് അകത്തേക്ക് കയറുന്നു. മിഡിലെ ഫ്രീ സ്പേസിലേക്ക് ഓൾറെഡി എത്തിയ ബെനാരിഫ് ആ പാസ് ചോദിക്കുന്നത് കാണാം. ഇതായിരുന്നു ആദ്യ ഗോളിന്റെ ഒരു മോക്ക് ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഇവിടെ എബിൻ ദാസ് പുറകോട്ടേക്ക് തന്നെ കളിക്കുകയാണ്. 2ാമത്തെ തവണ ഇത് അവർ ഇംപ്രൂവൈസ് ചെയ്യുന്നു. അങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോളിലേക്ക് എത്തുന്നത്. ബെനാരിഫിന്റെ പ്രസൻസ് മിഡ്ഫീൽഡിൽ ഒരു ലീഡർ വന്നതുപോലെ ഫീൽ ചെയ്യിപ്പിച്ചു. ഈ കളിയിലെ അദ്ദേഹത്തിന്റെ ഫുൾ ഇവന്റ്സ് ടാഗ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ അടുത്തതായിട്ട് ഇറക്കുന്നതാണ്. ആ സ്പെഷ്യൽ വീഡിയോക്ക് വേണ്ടി നാളെ വെയിറ്റ് ചെയ്യുക. ആദ്യ ഗോളിന് സെക്കൻഡുകൾക്ക് മുമ്പേ ഉള്ള ഒരു ഇവന്റ്. ബെനാരിഫ് പാസ് സ്വീകരിക്കുന്നു. റൈറ്റിലെ വിപിനിലേക്ക് പന്ത് കൈമാറുന്നു. എബിൻ ദാസ് ഡിഫൻസിന്റെ പുറകിലേക്ക് റൺ ചെയ്യുന്നു. വിപിൻ എബിൻ ദാസിലേക്ക് പാസ് നൽകുന്നു. ബോക്സിൽ ബർത്തേമ്യു കൃത്യസമയത്ത് എത്തിയിട്ടുണ്ട്.
എബിന്റെ ക്രോസ് ഗുർപ്രീത് സിംഗ് സിന്ധു കളക്ട് ചെയ്യുന്നത്. അതായത് ഈ ലിസ്റ്റഡ് പ്ലേയേഴ്സിന്റെ മൾട്ടിപ്പിൾ ടൈംസ് എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് ആദ്യ ഗോളിലേക്ക് എത്തിയത്. പക്ഷേ ഇത്രയും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചത് ബാംഗ്ലൂർ FC 1 ഡൗൺ ആയതുകൊണ്ടാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ബാംഗ്ലൂർ FCക്ക് ഒരു റെഡ് കാർഡ് കിട്ടിയില്ലായിരുന്നെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ബെനാരിഫിനെ കൊണ്ട് ഈ പെർഫോമൻസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. മറ്റേതൊക്കെ കളിക്കാരെ കുറിച്ചാണ് നമ്മൾ ഇനി കൂടുതൽ നോട്ട് ചെയ്യേണ്ടത്? ടീമിന്റെ ടാക്ടിക്കൽ സ്ട്രാറ്റജിയുള്ള ഗുണങ്ങളും ദോഷങ്ങളും അതിന്റെ എഫക്റ്റീവ്നെസ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. കൂടുതൽ വിശദ വിവരങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. വീഡിയോ അവസാനിക്കുന്നു. നന്ദി.